ബിരിയാണി അത് നമ്മുടെ എല്ലാവരുടെ ഒരു വികാരമാണ്. ഇൻഗ്രീഡിയൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് 2 കിലോ റൈസാണ്. അപ്പോൾ 1.5 കിലോ മട്ടൻ, 1 കിലോ സവാള, 1 കിലോ തക്കാളി, സവാളയുടെ പകുതി ഉള്ളി, ഉള്ളിയുടെ പകുതി വെളുത്തുള്ളി, വെളുത്തുള്ളിയുടെ പകുതി ഇഞ്ചി, ഓർക്കാൻ സുഖമായിട്ടേ. പിന്നെ ഒരു 5-6 പച്ചമുളക്. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിനെ നമ്മൾ ചതച്ചെടുക്കാം. ഇഞ്ചിനെ നല്ലോണം പേസ്റ്റ് ആക്കി എടുക്കാം. കാരണം കടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ കുഞ്ചു ഇഞ്ചി കടിച്ച മാതിരി ആകും. ഓക്കെ. പിന്നെ മല്ലിയില, പുതിന. ഫസ്റ്റ് ഓഫ് ഓൾ മട്ടനെ കഴുകി വൃത്തിയാക്കാം. ഓക്കെ. ഇത് പിഞ്ച് മട്ടനാണ്, അത് കാരണം വേവ് കുറവേ ഉള്ളൂ. കുറച്ച് ഉപ്പിടുക, മുളക് പൊടി ഇടുക, പിന്നെ ഗരം മസാല, പട്ട, ഗ്രാമ്പു, ഏലക്ക പൊടിച്ചത്. ഓക്കെ. പിന്നെ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് ഒരു 1.5 വിസിൽ, 1.5-2 വിസിൽ മാക്സിമം, ഒരു 85% കുക്കായാൽ മതി. ഓക്കെ. കാരണം ഇനി റൈസിൽ കിടന്ന് വേവാനുള്ളതാണല്ലോ. ഒരു 1.5 വിസിൽ വെക്കുക. ഒരു വിസിൽ വന്നിട്ട് നോക്കുക, ഓരോരുത്തരുടെ മട്ടൻ ഡിഫറെന്റ് ആയിരിക്കും. ഇനി റൈസിന്റെ കാര്യം, ഒരു കപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഒരു 1/2-3/4 കപ്പോളം ഗീ, നമ്മുടെ നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക പൊട്ടി വരുമ്പോഴേക്കും സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് നല്ലോണം വതുക്കുക. എത്രത്തോളം വതുക്കുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടുന്ന പറയാം. നല്ല ക്ഷമമാണ് കേട്ടോ, നല്ല ടൈം എടുക്കും, ഒരുപാട് ടൈം എടുക്കും. പിന്നെ അതിലേക്ക് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കില്ല. പിന്നെ സവാള വതക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ്, എന്നിട്ട് നല്ലോണം വാട്ടുക, നല്ലോണം വതക്കുക. അതിലേക്ക് പിന്നെ ഉള്ളി ചതച്ചിട്ട് ആ പച്ചമണം പോണ വരെ വതക്കണം കേട്ടോ. എല്ലാം, സവാള ആയിക്കോട്ടെ, ഉള്ളി ആയിക്കോട്ടെ, വെളുത്തുള്ളി, ഇഞ്ചി. ഇനി അടുത്തത് വെളുത്തുള്ളി, പച്ചമണം മാറിയിട്ടുണ്ട് ഉള്ളിയുടെ. ഇനി അതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് ഈ ടൈമിൽ നമ്മൾ അരി സോക്ക് ചെയ്യാനിടണം ഒരു 20 മിനിറ്റ്. ഇതേപോലെ 2 കിലോ അരി എടുക്കണ്ട്. കൈയെടുക്കാണ്ടാക്കുക. ഇപ്പൊ ഒരു കുക്കർ ഒരു വിസിൽ വന്നിട്ടുണ്ട്, നമുക്ക് തുറന്നു നോക്കാം. കുറച്ചും കൂടി വേവുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഒന്നും കൂടി ഒരു വിസിലും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ചതച്ചിട്ട് നല്ലോണം ഇളക്കുക, കാരണം അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. തക്കാളി ഇട്ടാൽ സെറ്റാവും. ഇതിപ്പോ 1 കിലോ തക്കാളി ഉണ്ട് കേട്ടോ. സവാളയുടെ എത്രയാണോ എടുക്കുന്നത് അത്രയും ക്വാണ്ടിറ്റി തന്നെ തക്കാളി എടുക്കുക. നല്ലോണം വതക്കുക. തക്കാളി ഉടയണ വരെയും നമ്മൾ ഇളക്കണം, എന്നാലാണ് അതിൻ്റെ ആ ഒരു പുളിയൊക്കെ ഇറങ്ങുക. നല്ലോണം ഇളക്കിയിട്ട് അതിനുശേഷം നമ്മൾ കളറിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. കാശ്മീരി ഒരു 2 ടീസ്പൂൺ ഇടണം, കളർ വേണമല്ലോ. പിന്നെ നമ്മൾ സാധാ മുളക് പൊടി ഇടണം, അത് നോക്കിയിട്ട്, കാരണം നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പൊ എരിവ് നോക്കിയിട്ട് വേണം ഇടാൻ. ഇതിപ്പോ ഏകദേശം ഒരു 10 ആൾക്ക് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടാവും. 8-10 പേർക്ക്. നമ്മുടെ സാധാ മുളക് പൊടി അതും ഇടുന്നുണ്ട്. ഇപ്പൊ നോക്ക്, നല്ലൊരു സ്മെല്ല്, വീട് നിറച്ചും ഇതിന്റെ ഒരു അരോമയായിരിക്കും. നല്ലോണം വാട്ടുക, മുളക് പൊടിയുടെ പച്ചമണം മാറുന്ന മാതിരി ഒന്ന് വാക്കുക. പിന്നെ ഗരം മസാല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇത് 3 മാത്രം പൊടിച്ചതാണ്, അതും ഏകദേശം 1 സ്പൂൺ ഇടുക. ഇപ്പൊ നമ്മൾ ഒരു വിസിലും കൂടി വെച്ചിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ കഴുകി സോക്ക് ചെയ്യാൻ വെച്ച റൈസിനെ വാരി വെക്കുക. ഇപ്പൊ എല്ലാം ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ആ മട്ടന്റെ സ്റ്റോക്ക് മാത്രം എടുക്കുക. മട്ടന്റെ സ്റ്റോക്ക് എടുത്ത് മെഷർമെന്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ സെപ്പറേറ്റ് ചെയ്യണത്. കാരണം വെള്ളം നമ്മൾ എത്രത്തോളം ആഡ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ 2 കപ്പ് റൈസിനാണെങ്കിൽ 4 കപ്പ് വെള്ളം, അതാണ് ഇതിന്റെ ഒരു കണക്ക്. ഇവിടെ നമ്മൾ എടുക്കുന്നത് ജീരകശാലയാണ് കേട്ടോ. ആദ്യം സ്റ്റോക്ക് ഒഴിച്ചു, പിന്നെ അതിലേക്ക് സാധാ നമ്മളെ വെള്ളം, ചൂടുവെള്ളം ഒഴിച്ച് അത്രയും നല്ലത് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ മട്ടൻ ആഡ് ചെയ്തു. പിന്നെ നമ്മൾ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ലെമൺ, ഒരു 1/2 നാരങ്ങ ഒഴിക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് തൈര്, അതും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മല്ലിയില, പുതിന, ഇതും കൂടി ഇട്ടിട്ട് അടച്ചു വെക്കുക. നല്ല തിളയ്ക്കണം. വെട്ടി തിളയ്ക്കുമ്പോൾ വേണം നമ്മൾ റൈസ് ഇടാനായിട്ട്. ഓക്കെ. മല്ലിയില, പുതിന അരിഞ്ഞിടണം. ഞാൻ അരിഞ്ഞിട്ടുള്ള ഡയറക്റ്റ് തന്നെ ഇട്ടു, അത് ഇത്തിരി ബുദ്ധിമുട്ടായി പോയി. നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഈ ടൈമിൽ നമ്മൾ ഉപ്പും എരിവും നോക്കുക. എരിവും ഉപ്പും ഇത്തിരി കൂടി നിൽക്കണം, കാരണം റൈസും കൂടി ഇടുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇത്തിരി കൂടി നിൽക്കണം. ഇത്തിരി മുന്നിട്ട് നിൽക്കുന്നൊക്കെ പറയില്ലേ, അത് തന്നെ. നോക്കുമ്പോൾ ഇത്തിരി എരിവ് കുറവുണ്ട്. അപ്പം നമ്മൾ എരിവും ഈ ടൈമിൽ ഉപ്പും ആഡ് ചെയ്തിട്ടോ.
ഉപ്പും എരിവും നോക്കിയിട്ട് ഇടുക. അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച്. കഴുകി വാരി വെച്ച റൈസ് ഇടാൻ പോവാണേ. ജീരകശാല, ഇത് മലബാർ ജീരകശാല അങ്ങനെ എന്തോ അതിന്റെ പേര്, ഞാൻ മറന്നു. ചെറിയ ചെറിയ അരിയാണ്, അപ്പൊ നല്ല ടേസ്റ്റും. എത്രത്തോളം അരിക്ക് സൈസ് കുറയുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടുക ചെയ്യാം. നന്നായിട്ട് ഇളക്കുക, അടച്ചു വെക്കുക. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ഒന്ന് ഇളക്കി വിടണം. കാരണം വെള്ളത്തിന് ചിലപ്പോൾ കുറവുണ്ടോ, വെള്ളം കൂടിയോ എന്നൊക്കെ അറിയണമല്ലോ. അപ്പൊ അതിനനുസരിച്ച് ഫ്ലെയിം സെറ്റ് ചെയ്യാം. ഇളക്കി വിടണം കേട്ടോ നന്നായിട്ട്. ഇപ്പൊ നല്ല സ്മെല്ലാണ് സാറേ. എന്താ മണം, വായില് വെള്ളം വരിക, പറയാൻ കിട്ടുള്ളത് കാരണം. നല്ലോണം ഇളക്കുക. അപ്പൊ വെള്ളമൊന്നും വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ദമ്മിടുക. അടിയിലൊരു ദോശക്കല്ല് വെക്കുക, മുകളിൽ വെയിറ്റും എടുത്ത് വെക്കുക. നല്ല സ്മെൽ. ഇതിന്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ കായ്ച്ചാറാണ് കേട്ടോ. അത് അടുത്ത വീഡിയോ ആയിട്ടിടാം.